കൊതുമുക്ക് പാലത്തിന് സമീപത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ടോടുകൂടിയാണ് കന്നേറ്റി കായലിന് സമീപം വെച്ച് ഈ കുട്ടിയെ കാണാതായിരിക്കുന്നത്. ഏതായാലും ഏത് സാഹചര്യത്തിലാണ് കുട്ടി കായലിലേക്ക് പോയതെന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നോ ഇക്കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുകയായിരുന്നു. നമസ്കാരം. വളരെ സങ്കടകരമായ ഒരു വിവരം പറയുകയാണ്. കരുനാഗപ്പള്ളിയിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ 7ാം ക്ലാസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. കൊതുമുക്ക് പാലത്തിന് സമീപത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ടോടുകൂടിയാണ് കന്നേറ്റി കായലിന് സമീപം വെച്ച് ഈ കുട്ടിയെ കാണാതായിരിക്കുന്നത്. ഏതായാലും 2 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ ഇന്ന് രാവിലെയോടുകൂടി കൊതുമുക്ക് പാലത്തിന് സമീപം നിന്ന് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ശനിയാഴ്ച കുട്ടിയുടെ പിതാവും അതോടൊപ്പം തന്നെ നാട്ടുകാരും നടത്തിയ തിരച്ചിലിൽ കന്നേറ്റി കായലിന് സമീപത്ത് നിന്ന് കുട്ടിയുടെ ജേഴ്സിയും ചെരുപ്പും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് സ്കൂബ ടീമും അതോടൊപ്പം നാട്ടുകാരും ഫയർഫോഴ്സും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഇന്ന് രാവിലെയോടുകൂടി ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ചയോടുകൂടി തന്നെ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ തിരച്ചിലിൽ കന്നേറ്റി കായലിന് സമീപത്ത് നിന്നും കുട്ടി കായലിലേക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി സ്ഥാപിച്ച CCTVയിലാണ് ഈ ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. തുടർന്ന് കായൽ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിൽ ഊർജിതമായിരുന്നു. ഈ തിരച്ചിലിനൊടുവിലാണ് ഇന്ന് 2 ദിവസങ്ങൾക്ക് ശേഷം കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഏതായാലും ഏത് സാഹചര്യത്തിലാണ് കുട്ടി കായലിലേക്ക് പോയതെന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നോ ഇക്കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുകയായിരുന്നു. ഏതായാലും കായലിൽ വലിയ രീതിയിലുള്ള ഒഴുക്കില്ലാത്ത ഭാഗത്ത് നിന്നാണ് കുട്ടിയെ കാണാതായിരിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും അല്ലെങ്കിൽ ഒഴുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഇത്തരത്തിൽ ശക്തിപ്പെട്ട സാഹചര്യം ഉണ്ടായത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ഏതായാലും വലിയ സങ്കടകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് ഈ ചിങ്ങപ്പുലരിയിൽ നമ്മളെ കാത്തിരുന്നത്. ക്യാമറമാൻ വിഭു സുരേഷിനൊപ്പം ബിൽവനിത്സൻ, വിസ്മയ ന്യൂസ്.